ധർമ്മസ്ഥലയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ 100-ലേറെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ നിർബന്ധത്തിന് വഴങ്ങി കുഴിച്ചുമൂടിയെന്ന ശുചീകരണ ജീവനക്കാരൻ്റെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. എന്നാൽ ഏറ്റവും മികച്ച അന്വേഷണ സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഇതിൻ്റെ കാരണക്കാരായവരിലേക്ക് എത്താൻ അന്വേഷണ സംഘങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ വരെ രൂപീകരിച്ചു. എന്നാൽ ഇതിൽ ഫലമുണ്ടാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. കേസിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ പലർക്കും താല്പര്യക്കുറവും പ്രകടമാണ്. കേസ് അന്വേഷണത്തിൽ നിന്നും എങ്ങനെ തടിയൂരാം എന്ന ആലോചനയിലാണ് പല ഉദ്യോഗസ്ഥരും. ഇതിലൂടെ മനസ്സിലാക്കാം പ്രതിക്കൂട്ടിൽ നിസാരക്കാരാകില്ല എന്ന്. DGP പ്രണവ് മൊഹന്തിയെ തലവനാക്കി രൂപീകരിച്ച അന്വേഷണ സംഘത്തിൽ നിന്ന് CAR സെൻട്രൽ DCP സൗമ്യ ലതയും പിന്മാറിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി G പരമേശ്വര പിന്മാറ്റം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. മറ്റൊരാളെ സംഘത്തിൽ ഉൾപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. പിന്മാറ്റത്തിനിടയാക്കിയ കാരണം ദുരൂഹമാണ്. ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അന്വേഷണത്തിന് വിവിധ കോണുകളിൽ നിന്നുയരുന്ന ആവശ്യം പരിഗണിച്ച ജൂലൈ 20-നാണ് സംസ്ഥാന സർക്കാർ ആഭ്യന്തര സുരക്ഷാ വിഭാഗം DGP പ്രണവ് മൊഹന്തിയെ തലവനാക്കി SIT രൂപീകരിച്ചത്. ദക്ഷിണ കന്നഡ, ഉത്തര കന്നഡ, ഉടുപ്പി, ചിക്കമംഗലൂരു ജില്ലകളിൽ സേവനം ചെയ്യുന്ന പോലീസ് ഓഫീസർമാരെ കൂടുതൽ ഉൾപ്പെടുത്തി കർണാടക പോലീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ MA സലീം ബുധനാഴ്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ പുതിയ ടീമിലെ പലരും അതൃപ്തരാണെന്നും വിവരങ്ങൾ ലഭിക്കുകയാണ്.